സഹകരണ സംഘങ്ങളിൽ വരുന്നു ബാങ്കിങ് എന്നൊക്കെയുള്ള നിരവധി വാർത്തകളുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കിനി മാതൃഭൂമിയിലേക്ക് പോകണം. കൊച്ചിയിൽ നിന്നും സൈറ ബീഗം കാസിം നമ്മളോടൊപ്പം ചേരുകയാണ് മാതൃഭൂമി ദിനപത്രവുമായി. സൈറാജി, സ്വാഗതം. താങ്ക് യു ഷിലിൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ട്രൂത്ത് ന്യൂസ് പേപ്പർ ടുഡേ ദിനപത്രങ്ങളിലൂടെയുള്ള 1157 ദിനത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ കൊച്ചിയിൽ നിന്നും മാതൃഭൂമി വാർത്തകളുമായി നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഇന്ന് ഓഗസ്റ്റ് 12 തിങ്കളാഴ്ച, കൊല്ലവർഷം 1199, കർക്കിടക മാസം 28-ാം തീയതി. തിരഞ്ഞെത്തി തീരാ വേദനയോടെ എന്ന ടൈറ്റിലിൽ നവീൻ മോഹൻ മേപ്പാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത, കാണാമറയത്തുള്ള പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനാകുമെന്ന പ്രതീക്ഷയിൽ അവർ വീണ്ടും ദുരന്ത ഭൂമിയിലേക്ക് എത്തി. ഉരുള് കൊണ്ടുപോയവർ ആ മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാകാം എന്ന പ്രതീക്ഷയിൽ തിരഞ്ഞു നോക്കി. ചിലർ തകർന്നടിഞ്ഞ വീടിന് മുന്നിൽ നിന്ന് വിതുമ്പി, ചിലരാകട്ടെ വീടുണ്ടായിരുന്ന സ്ഥലത്ത് നിർവികാരതയോടെ നിന്നു. മുണ്ടക്കയിലും ചൂരൽമലയിലും ജനകീയ തെരച്ചിൽ സങ്കടക്കാഴ്ചകൾ, അതുമായി ബന്ധപ്പെട്ട സങ്കടക്കാഴ്ചകൾ നിറഞ്ഞു. മുണ്ടക്കയിലെത്തിയ പടിക്കപ്പറമ്പിൽ ഷഹാന ഉരുൾപൊട്ടലിൽ കേടുപാടുണ്ടായ തന്റെ വീടും തകർന്നുപോയ ബന്ധുവിന്റെ വീടും കണ്ട് വിതുമ്പുന്ന ദൃശ്യം മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിരിക്കുന്നു. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തുന്ന ഹോക്കി താരം PR ശ്രീജേഷും ഷൂട്ടിംഗ് താരം മനു ഭാക്കറും തിങ്കളാഴ്ച പുലർച്ചെയാണ് ഗെയിം സമാപിച്ചത്. സഹകരണ സംഘങ്ങളിൽ വരുന്നു ബാങ്കിംഗ് അനുമതി നൽകാൻ കേന്ദ്രം. ബിജു പർവത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ. ബാങ്കിംഗ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാണ് വലിയ മാറ്റത്തിന് വഴി തുറക്കുന്ന അനുമതി നൽകുക. 23 സേവനങ്ങൾ. പുതിയ അക്കൗണ്ട് തുടങ്ങുക, നിക്ഷേപം സ്വീകരിക്കുക, പണം പിൻവലിക്കുക, മറ്റ് അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക, ഓൺലൈൻ പണമിടപാട് സംവിധാനമൊരുക്കുക. അനുമതിക്കായി 6 നിബന്ധനകൾ. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി 71 വയസ്സായിരുന്നു. അദ്ദേഹത്തിന് അന്തരിച്ചു. ഞായറാഴ്ച രാവിലെ 10-ന് മലപ്പുറം താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ലീഗ് സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, തദ്ദേശ സ്വയംഭരണ ബോർഡ് ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. 2004 മുതൽ 2006 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായി. 92-ലെ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നാണ് ആദ്യമായി നിയമസഭയിലെത്തിയത്. 96, 2001, 2006 വർഷങ്ങളിൽ തിരൂരങ്ങാടിയിലും ജയിച്ചു. ഭാര്യ ജഹനാര ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആരോപണവുമായി ഹസീന, അട്ടിമറിക്ക് പിന്നിൽ അമേരിക്ക. ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതിന് US-നെ കുറ്റപ്പെടുത്തി ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. തന്നെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി രാജ്യത്ത് ഭരണമാറ്റം കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ അപലപിച്ച് ഞായറാഴ്ച ധാക്കയിൽ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യം മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിരിക്കുന്നു. തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു, വെള്ളം കുതിച്ചൊഴുകി. ബംഗളൂരുവിൽ നിന്നുള്ള ആശങ്ക നിറഞ്ഞ വാർത്ത. കർണാടകത്തിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്ന് വെള്ളത്തിൽ ഒഴുകിപ്പോയി. 19ാമത്തെ ക്രസ്റ്റ് ഗേറ്റാണ് ശനിയാഴ്ച രാത്രി തകർന്നത്. ഇരുമ്പ് കൊണ്ടുള്ള ചെയിൻ തകർത്ത ഗേറ്റ് വെള്ളത്തിൽ ഒഴുകിപ്പോവുകയായിരുന്നു. ഇതോടെ 35,000 ക്യൂബിക്സ് വെള്ളം അണക്കെട്ടിൽ നിന്ന് കുതിച്ചൊഴുകി. അണക്കെട്ടിന്റെ സമ്മർദ്ദം കുറയ്ക്കാനായി ബാക്കിയുള്ള 33 ഗേറ്റുകളും തുറന്നിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ ഉണ്ടായപ്പോഴേക്കും 1 ലക്ഷം ക്യൂബിക്സ് വെള്ളം പുഴയിലേക്ക് ഒഴുകിക്കഴിഞ്ഞു. ബെല്ലാരി, വിജയനഗര, കൊപ്പാൾ, റായ്ചൂർ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമാനമായി സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ട് കർണാടകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ്. ആനകളുടെ സ്വർഗം. സെന്റർ നടത്തിപ്പുകാരി സുപർണ ബക്ഷി ഗാംഗുലി ആനയോടൊപ്പം നിൽക്കുന്ന ഒരു ദൃശ്യം വേണു PS, നിഖിൽ ജോസഫ് എന്നിവർ നമുക്കായി പങ്കുവച്ചിരിക്കുന്നു. ലോക ആന ദിനമായ തിങ്കളാഴ്ച മാതൃഭൂമി ചാനലിൽ രാവിലെ 8 മണിക്കും രാത്രി 9-നും പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ബിജു പങ്കുവച്ചു നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. ചങ്ങലകളില്ല, പാപ്പാന്മാരുടെ ഉച്ചത്തിലുള്ള കൽപ്പനകളില്ല, തോട്ടിയില്ല, തല്ലില്ല, ഇഷ്ടം പോലെ പുല്ല് തിന്നാം, ചെളിയിൽ മറിഞ്ഞു കളിക്കാം, ദിവസം മുഴുവൻ കാട്ടിലെ പോലെ അലയാം, ക്ഷീണിച്ചു വരുമ്പോൾ ഷവറിൽ ഒരു കുളിയും സമൃദ്ധമായ ഭക്ഷണവും, ചങ്ങലകളുടെ കൂച്ചുവിലങ്ങില്ലാതെ നീണ്ടു നിവർന്ന് ഉറങ്ങാനുമാകും. കർണാടകയിലെ കോലാർ ലക്ഷ്മി സാഗര റിസർവ് വനത്തോട് ചേർന്നാണ് നാട്ടാനകൾക്കായി പുനരധിവാസ കേന്ദ്രം ഉള്ളത്. പീഡനമേറ്റ് കഴിഞ്ഞിരുന്ന ആനകൾ ഇവിടെ പുതുജീവിതം അവർക്ക് ലഭിക്കും. സുപർണ ബക്ഷി ഗാംഗുലിയുടെ നേതൃത്വത്തിലുള്ള ബംഗളൂരുവിലെ വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററും കർണാടക വനം വകുപ്പും കൈകോർത്തപ്പോൾ ദുരന്തമനുഭവിക്കുന്ന നാട്ടാനകൾക്ക് ഇവിടം സ്വർഗമായി. വളരെ സന്തോഷകരമായ വാർത്തകൾ. ഇവിടെ ഇപ്പോഴുള്ളത് 6 അന്തേവാസികളാണ്. അവരുടെ പേര് സഹിതമുള്ള വിശദ വാർത്തയാണ്.
ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട സമാപനം നമ്മൾ കേട്ടുകഴിഞ്ഞു. ആരാണ് ഒന്നാമനെന്നറിയാൻ പാരീസ് ഒളിമ്പിക്സിന്റെ അവസാന മത്സരത്തിന്റെ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ ഒരൊറ്റ പോയിന്റിന് വനിതകളുടെ ബാസ്കറ്റ്ബോളിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് അമേരിക്ക ചാമ്പ്യനായതോടെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ അമേരിക്കയും ചൈനയും ഒപ്പത്തിനൊപ്പം 40 മെഡലുകൾ. ചൈനയേക്കാൾ വെള്ളിയും 44 വെള്ളികളാണ് അമേരിക്കയ്ക്ക്, വെങ്കലം 42 കൂടുതൽ നേടിയ അമേരിക്ക 128 മെഡലുകളോടെ ഒന്നാമതായി. രണ്ടാം സ്ഥാനത്തുള്ള ചൈനയ്ക്ക് ആകെ 91 മെഡലുകളാണ്. മെഡൽ വേട്ടയിൽ ഒന്നാമത് അമേരിക്ക. അടുത്ത ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിൽ. അതുമായി ബന്ധപ്പെട്ട് കണക്കുകളും മെഡൽ പട്ടികയും സന്തോഷ നിമിഷങ്ങളും എല്ലാം വളരെ വ്യക്തമായി വിശദമായി മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ നട്വർ സിംഗിന് വിട, ബഹുമുഖ പ്രതിഭ എന്നുള്ള വാർത്ത. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി. അതുമായി ബന്ധപ്പെട്ട വിശദകോളം ഉൾപേജുകളിൽ. പ്രാദേശിക വാർത്തകൾ. KYC പരിശോധിക്കുന്നില്ല, ഓൺലൈൻ തട്ടിപ്പിൽ പങ്കാളികളായി പരേതരും എന്നുള്ള വാർത്ത. മ്യൂൾ അക്കൗണ്ട് തട്ടിപ്പും വ്യാപകമെന്ന് രാജേഷ് ജോർജ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നെടുമ്പാശ്ശേരിയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കി, യാത്രക്കാർ നേരത്തെ എത്തണമെന്ന് നിർദ്ദേശം. ഭൂലോകം കൂത്തമ്പലമാക്കി നേപഥ്യ. മുരിക്കുളം നേപഥ്യയിൽ വാദ്യം മുഴങ്ങി നിലവിളക്കിന് മുന്നിൽ നവരസങ്ങൾ വിരിയുമ്പോൾ ഓൺലൈനിൽ പല രാജ്യങ്ങളുള്ള കലാസ്വാദകർ അത് കണ്ണിറയെ കാണുന്നു. 4 വർഷം മുൻപ് ആരംഭിച്ച മുരിക്കുളം നേപഥ്യയുടെ ആഴ്ചതോറുമുള്ള കലാവിരുന്നിന്റെ 200ാമത് പരിപാടിയായിരുന്നു ഞായറാഴ്ച. പുരുഷാർത്ഥ കൂത്തിലെ ഒരു ഭാഗമാണ് നേപഥ്യ യദുകൃഷ്ണൻ അവിടെ അവതരിപ്പിച്ചത് എന്നുള്ള വാർത്ത ചിത്രം സഹിതം. മുരിക്കുളം നേപഥ്യയിൽ ഞായറാഴ്ച നടന്ന പുരുഷാർത്ഥ കൂത്തിൽ നേപഥ്യ യദുകൃഷ്ണൻ ചെയ്യുന്ന ദൃശ്യം, ഒരു കലയുടെ ദൃശ്യമാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. വിചാര കേന്ദ്രം ശിബിരം സമാപിച്ചു. ഭാരതത്തിനെതിരെ ആഗോള ഗൂഢാലോചനയെന്ന് ജെ നന്ദകുമാർ. മണിപ്പൂർ BJPയുടെ വിഭജന രാഷ്ട്രീയത്തെ തോൽപ്പിച്ചുവെന്ന് ഡോക്ടർ അങ്കോം ച ബിമൽ അക്വൈജം. ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് JRD. കൊച്ചിയിലെ അവസാന ജൂത വനിത ക്യൂനി ഹെലേഗ്വ അന്തരിച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. കൊച്ചിയിൽ അവശേഷിച്ചിരുന്ന അവസാനത്തെ ജൂത വനിതയായിരുന്നു ക്യൂനി. 89 വയസ്സായിരുന്നു. ഞായറാഴ്ച ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം. കൊച്ചിയിലെ ജൂതത്തെരുവിൽ അവശേഷിക്കുന്ന 2 ജൂത വംശജരിൽ ഒരാളായിരുന്നു കൊച്ചിയിലെ പ്രമുഖ വ്യവസായിയായിരുന്ന K. കോഡറിന്റെ മകളാണ്. മട്ടാഞ്ചേരി പരദേശി സിനഗോഗിന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിരുന്നു. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഗ്രീൻ ഫീൽഡ് ഗാലറി എന്ന ടൈറ്റിലിൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ അംബേദ്കർ സ്റ്റേഡിയത്തിന്റെ ഗാലറിയിൽ വളർന്നു പന്തലിച്ച മരങ്ങളുടെ തണലിൽ ഇരിക്കുന്നവരുടെ ഒരു ദൃശ്യം. മൈതാനത്ത് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു പരിപാലനവുമില്ലാതെ കാട് കയറി കിടക്കുകയാണ് ഗാലറിയും. അവശ്യ സാധന പട്ടികയിൽ കുരുമുളക് വില നിരീക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ കർഷകർക്ക് തിരിച്ചടി. VP ശ്രീലൻ മട്ടാഞ്ചേരിയിൽ നിന്ന് നൽകുന്ന വിശദ റിപ്പോർട്ട്. നട്വർ സിംഗിന് ആദരാഞ്ജലി. ഡൽഹിയിൽ നിന്നുള്ള വിശദ റിപ്പോർട്ട്. സംസ്ഥാന ജൂനിയർ ഹോക്കി എറണാകുളം ചാമ്പ്യന്മാരായി. വനിതാ ഡോക്ടറുടെ കൊലപാതകം പ്രതിഷേധം ശക്തമാക്കി ഡോക്ടർമാർ. ഷെവലിയാർ KJ ബെർലിയുടെ അനുസ്മരണം കൊച്ചിയിൽ നടന്നു. തകഴിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചുമൂടിയ നിലയിൽ യുവതിക്കും കാമുകനും സുഹൃത്തിനുമെതിരെ കേസ്. ചേർത്തല പുച്ചാക്കൽ സ്വദേശിനിയും അവിവാഹിതയുമായ 23കാരി 4 ദിവസം മുമ്പ് പ്രസവിച്ച പെൺകുഞ്ഞിന്റെ മൃതദേഹം തകഴി കുന്നമേലെ പാടശേഖരത്തിന്റെ പുറംബണ്ടിൽ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് തോമസ് ജോസഫ്, അശോക് ജോസഫ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മത്സരം നിർമ്മിത ബുദ്ധിയോട് മികച്ചവരെ ജയിക്കൂ. K. ഉണ്ണികൃഷ്ണൻ നൽകുന്ന കൊച്ചിയിൽ നിന്നുള്ള റിപ്പോർട്ട്. കൂടുതൽ മികച്ച ഒരു മനുഷ്യ സമൂഹം നിലവിൽ വരാൻ നിർമ്മിത ബുദ്ധി സഹായിക്കും. അനുനിമിഷം അറിവും ബുദ്ധിയും കൂടുതൽ നേടിക്കൊണ്ടാണ് ജനറേറ്റീവ് AI നീങ്ങുന്നത്. അതിനാൽ ഏറ്റവും മികച്ചവർക്ക് മാത്രമേ നിലനിൽക്കാനാവൂ എന്ന സ്ഥിതി വരും. കൂടുതൽ മെച്ചപ്പെടാൻ എല്ലാവരും നിർബന്ധിതരാകും. പറയുന്നത് ഗവേഷകനും വിദ്യാഭ്യാസ വിദഗ്ധനും കോർപ്പറേറ്റ് കൺസൾട്ടന്റുമായ ഡോക്ടർ ടോജിൻ D. ഈപ്പൻ. വിശദമായ റിപ്പോർട്ട്. കുട്ടി അഹമ്മദ് കുട്ടി തദ്ദേശം വഴി തുടങ്ങി തദ്ദേശ മന്ത്രിയുമായി ഫഹ്മി റഹ്മാനി നൽകുന്ന റിപ്പോർട്ടാണ്. 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായി കുട്ടി അഹമ്മദ് കുട്ടി ഗവർണർ RL ഭാട്ടിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഫയൽ ചിത്രം സഹിതമുള്ള വിശദ വാർത്ത. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി. വിടവാങ്ങിയത് മികച്ച ഭരണാധികാരി എന്ന് PV ചന്ദ്രൻ. ആദർശ ശുദ്ധിയുള്ള നേതാവായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VT സതീശൻ. ശബരിമല നട തുറന്നു. നിറപുത്തിരി പൂജ ഇന്ന്. ഇനി വരാനുള്ളത് ധാരാളം വാർത്തകൾ നമുക്കായി കാത്തിരിക്കുന്നു. മറ്റു വാർത്താ വായനക്കാർ നമുക്കായി ഇവിടെ റെഡി ആയിരിക്കുന്നു. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്ത. ആക്രമണങ്ങളും ഓൺലൈൻ വഴി വ്യാജ പ്രചാരണങ്ങളും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഭീതിയിൽ എന്നുള്ള റിപ്പോർട്ട്. ഢാക്കയിൽ നിന്നും ആശങ്ക അറിയിച്ച് CPM. പ്രതിഷേധവുമായി സനാതൻ സേവക് സംഘ്.
നട്വർ സിംഗുമായി ബന്ധപ്പെട്ട് മാന്യത രാഷ്ട്രീയത്തിലെ ബഹുമുഖ പ്രതിഭ എന്ന് സ്വന്തം ലേഖകൻ ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ദൃശ്യം സഹിതം വിശദമായ കോളമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹിൻഡൻസ്ബർഗ് റിപ്പോർട്ട് നിഷേധിച്ച് അദാനിയും മാധവിപുരി ബുച്ചും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എന്ന് അനുബന്ധമായി ഒരു കോളം. മുല്ലപ്പെരിയാർ സുരക്ഷിതമോ ആശങ്കപ്പെടാനില്ലെന്ന് വിദഗ്ധർ. ഭൂമി കുലുക്കമുണ്ടായാൽ എന്തു സംഭവിക്കുന്നുള്ള വിശകലനം. കോട്ടയത്തു നിന്നുള്ള വിശദ റിപ്പോർട്ടാണ്. ഇന്നത്തെ എഡിറ്റോറിയൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ രക്ഷ ഇന്ത്യയുടെയും താല്പര്യം എന്ന ടൈറ്റിലാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഇനിയുമേറെ ദിനങ്ങൾ തുടർന്നാൽ അവിടെ നിന്ന് അഭയാർത്ഥികളെ സ്വീകരിക്കാൻ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദമുയർന്നേക്കുമെന്നുള്ള സൂചന. ഒപ്പം ഒരു കോട്ടിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നശ്വരതകളെയും അപൂർണതകളെയും അനശ്വരതയുടെ പൂർണ്ണതയുടെ മുന്നിൽ സമർപ്പിക്കുക എന്നതാണ് യുക്തിയുടെ നേർവഴി. കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ ഒരു കോട്ടോടുകൂടി വാർത്താ വായന അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഓവർ ടു ഷിലിൻ.